ഹലോ എവരിബഡി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ചിട്ട്, ഈ ഒരു ബന്ധത്തെക്കുറിച്ചിട്ട് ഈ ഒരു സമയം ചിന്തിക്കുന്നുള്ളത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ബ്ലോക്കേജസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ് നിങ്ങളെ ഹീൽ ചെയ്യാനുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ടൈമിൽ റീഡിങ്ങിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസണേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, രണ്ട് പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന പിക്ചർ ഏതാണോ ആ ഒരു പിക്ചർ നിങ്ങൾ ചൂസ് ചെയ്യുക. അതിലായിരിക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു റീഡിങ്സ് ഉള്ളത്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, നൈസായിട്ട് മൈൻഡിലുള്ള എല്ലാ നെഗറ്റിവിറ്റീസിനും റിലീസ് ചെയ്യുക. ദെൻ റീഡിങ് കാണാൻ ട്രൈ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യുക. ഐ ഹോപ്പ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് പിക്ചർ ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ സോ നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ് ഇത്. മറക്കരുത് ഒരു കാര്യം, റീഡിങ്സ് ജനറലാണ് കേട്ടോ. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണം എന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ വിട്ടു കൊടുക്കുക കേട്ടോ, വിട്ട് കളയുക. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. എൻ്റെ വ്യൂവേഴ്സ്, ഫസ്റ്റ് കാര്യസ് ചൂസ് ചെയ്തിട്ടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ എനർജീസ് എന്താണ്, എന്ത് എനർജിയാണ് ആ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ്? ഓക്കെ, നമുക്ക് ബോട്ടം കാർഡ്സ് ഒക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നിങ്ങളുടെ സ്പെസിഫിക് വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ് അവർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി മേ ബി നിങ്ങൾ ഈ ഒരു വ്യക്തിയും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വ്യക്തി ഡിവോഴ്സ് ചെയ്യായിരിക്കാം. കറണ്ട്ലി ഇവർ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ട് നിന്നെ മാരേജ് ചെയ്യാം എന്നുള്ള രീതിക്കായിരിക്കും ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. അതുവരെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റും ഈ ഒരു വ്യക്തി തന്നിട്ടുണ്ടാവില്ല. ഫസ്റ്റ് സിനാരിയോ എനിക്കിതാണ് കാണുന്നത്. രണ്ടാമത്തെ ഒരു സിനാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ളതാണ്. മേ ബി നിങ്ങളുടെ ബോസ് ആയിരിക്കാം. ആരാണെങ്കിലും ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒരു ക്രഷ് ഉണ്ടല്ലോ, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരു ക്രഷ് ഉണ്ടായിരിക്കാം. സോ നിങ്ങൾ പക്ഷേ ജസ്റ്റ് ഒരു ഡേറ്റിംഗ് എനർജീസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ളൊരു എനർജി അറിയാം. ബട്ട് സ്റ്റിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണുന്നുണ്ട്. മൂന്നാമതൊരു കൂട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സിംഗിൾസ് ആയിരിക്കും, രണ്ടുപേരും സിംഗിൾസ് ആയിരിക്കാം. ഒരു വ്യക്തി നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് അങ്ങനെ 3 സിനാരിയോസ് ആണ് എനിക്കിവിടെ കാണുന്നുള്ളത്. ഓക്കെ, ആൻഡ് നമുക്ക് ഫുൾ റീഡിങ്സ് നോക്കാം. സിറ്റുവേഷൻസ് നമ്മൾ പറഞ്ഞു, ഈ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മാച്ച് ആയിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, ഈ ഒരു റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. ആൻഡ് ഇവിടെ മെയിനായിട്ടും ഈ ഒരു വ്യക്തിയുടെ എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി മെയിനായിട്ടും കറൻ്റ്ലി ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണമെന്നുള്ള ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഡൗൺ ആണ്. ലിറ്ററലി ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ഡൗൺ ആണ്. ഇവർ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഐ ഡോണ്ട് നോ, നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഇവർക്ക് ഒത്തിരി അധികം പെയിൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഹേർട്ട് ആയിട്ടുണ്ട്. അതാണ് എനിക്കിവിടെ ക്ലിയർ ആയിട്ട് കാണുന്നത്. നല്ല ക്ലിയർ മെസ്സേജസ് ആണ്. ഇവർക്ക് ഈ ഒരു കണക്ഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും ഇനി എന്ത് വേണം, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും ഇവിടെ പ്രോപ്പറായിട്ടൊരു ഹീലിംഗ് നടക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ഈ ഒരു വ്യക്തി കുറച്ച് ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. ഫൈനാൻഷ്യലി കുറേ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഇവിടെ ഡീൽ ചെയ്യുന്നതായിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് ചോദിച്ചാൽ, നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, നിങ്ങൾ സെപ്പറേഷൻ ഫേസിലാണ്. അതിനോ ഈ ഒരു വ്യക്തി ഒരു 5 months ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 5 days ആയിരിക്കാം. നിങ്ങളുടെ സെപ്പറേഷൻ ഫേസിലാണ്, 1 week ഒക്കെ ആയിരിക്കാം. സെപ്പറേഷൻ ഫേസിലൊക്കെയാണ് ഒരാൾ ഇവിടുന്ന് മൂവ് ചെയ്തായിട്ട് എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ട് മൂവ് ആയെന്ന് ചോദിച്ചാൽ ഈ ഒരു വ്യക്തി ഹേർട്ട് ആയിട്ടുണ്ട്. ഇവർ നല്ല രീതിക്ക് ഡൗൺ ആണ്. നിങ്ങൾ മാത്രമല്ല, ഈ ഒരു വ്യക്തിയും ഡൗൺ ആണ്. മനസ്സിലായോ? നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഈ ഒരു വ്യക്തി ശരിക്കും ലിറ്ററലി ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ടും ആൻസൈറ്റി, ഡിപ്രഷൻ, ഈ ഒരു എനർജിയിലാണ് എനിക്ക് ഈ ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നത് ഇവിടെ. ഓക്കെ ഗൈസ്, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു, നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഈ റിലേഷനിൽ നിൽക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതിലും ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ അൺവർത്തി എന്നുള്ള രീതിയിലുള്ള തോട്ട്സുകളാണ് ഈ റിലേഷൻഷിപ്പിൽ പലപ്പോഴും ഈ ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവച്ചിട്ടുള്ളത്. മനസ്സിലായോ? സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും മേ ബി നിങ്ങളുടെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക്
എന്താ പറയുക, നിങ്ങളെ കൊള്ളത്തില്ല, നിങ്ങൾ കാണാൻ കൊള്ളത്തില്ല, നിങ്ങളുടെ ബോഡി ഷെയിം എനർജീസ് എന്തായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ നിങ്ങളോടുള്ളൊരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങൾ അട്രാക്റ്റീവ് അല്ല, നിങ്ങളെ കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി കുറച്ച് ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണ്, നിങ്ങൾ അത്രയും അല്ല, നിങ്ങളൊന്നും അല്ല, വെറും ലിറ്ററലി സീറോയാണ് എന്നുള്ളൊരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എനിക്കൊന്നുമില്ല, ഞാൻ എനിക്ക് ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജി ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ആവേണ്ടത് ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഹീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ അൺവോർത്തിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ തോട്ട്സ് ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വേണം ഹീൽ ചെയ്യാൻ. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിനെ നിങ്ങൾ വേണം ഹീൽ ചെയ്യാൻ. വേറെ ആരും ഒന്നും വന്ന് ഹീൽ ചെയ്യത്തില്ല. നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങൾ മറ്റൊരാളുടെ അടുത്തേക്ക് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എപ്പോഴും എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ നിങ്ങളൊരു നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓപ്പോസിറ്റ് വ്യക്തിയായിട്ട് നിങ്ങളെ. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എനർജിയിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ആണ് അവിടെ മിറർ ആവുന്നത്, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ആണ് അവിടെ പ്രൊജക്ട് ചെയ്യുന്നത്. ഒരിക്കലും ആ ഒരു സ്പെസിഫിക് വ്യക്തിയുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോ അല്ല അവിടെ പ്രൊജക്ട് ആവുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഹീൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഫിയർ ഓഫ് റിജക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി ഒരു വ്യക്തിയെ പ്രപ്പോസ് ചെയ്യാനായിരിക്കാം. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഏതൊരു ജെൻഡർ ആണെങ്കിലും, നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ, ഓക്കെ, ഫീമെയിൽ ജെൻഡേഴ്സിനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ കൊള്ളില്ല, നിങ്ങളെ കാണാൻ കൊള്ളില്ല, നിങ്ങളെ തന്നെ വളരെ താഴ്ത്തിക്കെട്ടുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. മസ്റ്റായിട്ടും അവൻ അല്ലെങ്കിൽ അവൾ എന്നെ റിജക്ട് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൊക്കെ ഉള്ള ആളായിരിക്കും. മേ ബി നിങ്ങളിപ്പോൾ ആരെങ്കിലും എന്താ പറയുക പ്രപ്പോസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ലൈക്ക് നിങ്ങൾ പോരാ, ആ ഒരു വ്യക്തി എന്നെ കഴിഞ്ഞ് മികച്ചതാണ് എന്നുള്ളൊരു തോന്നലാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. അത് നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ആ ഒരു പ്രശ്നമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കോൺഫിഡൻറ്റ് അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻറ്റ് അല്ല ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യണം. ലൈക്ക് ഒരു വ്യക്തിയെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും അവനവൻ്റെ വേയിൽ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ പറയുന്നുണ്ടാവും മാഡത്തിന് അതൊരു പ്രശ്നമല്ലല്ലോ, എനിക്കറിയാം എന്നെ കാണാൻ കൊള്ളില്ല എന്നുള്ളത്. സോ അങ്ങനെയല്ല, നിങ്ങളുടെ ആ തോട്ട്സ് തന്നെയാണ് മാറേണ്ടത്. ഏതൊരു വ്യക്തിയുടെയും ആ ഒരു ഇൻസെക്യൂരിറ്റീസ് മാറുമ്പോഴാണ് ശരിക്കുള്ള ഒരു ബ്യൂട്ടി വെളിയിലേക്ക് വരുന്നത്. ഓക്കെ, ആ ഒരു എനർജി നിങ്ങളത് ഹീൽ ചെയ്യുക. റിജക്ഷൻ ഫിയർ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പേടിയുണ്ട്, നിങ്ങൾ ഓൾറെഡി മുൻവിധി അവിടെ എഴുതി കഴിഞ്ഞു, ഈ ഒരു വ്യക്തി എന്നെ റിജക്ട് ചെയ്യും കാരണം എന്നെ കാണാൻ കൊള്ളത്തില്ല, ഇവിടെ നല്ലൊരു പൊസിഷനിലാണുള്ളത്, ഈ ഒരു വ്യക്തി എൻ്റെ ശരീരം കാണാൻ കൊള്ളില്ല. നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ തന്നെ ഷെയിം ചെയ്യുന്ന എനർജീസ്. ഓക്കെ, പിന്നീട് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ലൈക്ക് അവൾ എന്നെ റിജക്ട് ചെയ്തല്ല, അവൻ എന്നെ റിജക്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഒറ്റ കയറ് പോലെ ആവില്ലേ, അങ്ങനെ ഇങ്ങനെ. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ പലപ്പോഴും ബാഡ് റിലേഷൻഷിപ്പിൽ നിന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്കൊരു റിയൽ ജെന്യുവൻ റിലേഷൻഷിപ്പിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. നിങ്ങൾ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരാളെ അല്ല. നിങ്ങൾക്ക് ലവ് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ഡിക്ഷണറിയിൽ ഇല്ല. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾക്ക് റിയൽ ലവ്, ജെന്യുവൻ ലവ്, ഒരു ജെന്യുവൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എഴുതിയിട്ടില്ല എന്നാണ് നിങ്ങൾ ബിലീവ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന തോട്ട്സുകളാണത്. ഒരിക്കലും ദയവായിട്ട് പറഞ്ഞ കാര്യമല്ല. നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പക്ഷേ റിയൽ ലവ് ഉണ്ട്, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ജെന്യുവൻ പേഴ്സൺ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം ബാഡ് റിലേഷൻഷിപ്പിൽ നിന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബാഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ബാഡ് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ലെസൺ തരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ റൈറ്റ് പേഴ്സൺ വരുന്ന സമയത്ത് നിങ്ങൾ റോങ് പേഴ്സൺ ആവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ലെസൺസ് നിങ്ങൾക്ക് തന്നത്. പക്ഷേങ്കിൽ നിങ്ങൾ റൈറ്റ് പേഴ്സൺ വന്ന സമയത്ത് നിങ്ങൾ റോങ് പേഴ്സൺ ആയി എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് മൂലവും, നിങ്ങളുടെ ഫിയർ ഓഫ് റിജക്ഷൻ മൂലവും, നിങ്ങളുടെ കമ്പാരിസൺ മൂലവും, നിങ്ങളുടെ ഫിയർ ഓഫ് അബാൻഡമെന്റ് ഇഷ്യൂസ്, ലോൺലിനെസിന്റെ എനർജീസ്, അൺവർത്തി എനർജീസ്, ഇതൊക്കെ കൊണ്ട് നിങ്ങളുടെ കറന്റ്ലി ഉള്ള ഒരു പാർട്ട്ണർ, മേ ബി നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആയിരിക്കാം, അത് നിങ്ങൾ ടിൻ ഫ്ലെയിമായിട്ടായിരിക്കാം ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ 11 ഇഞ്ചിൻ നമ്പേഴ്സ് കാണുന്നുണ്ടാവും, 111 കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട്, 333 നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആയിരിക്കാം, നിങ്ങളുടെ സോൾ പാർട്ട്ണർ ആയിരിക്കാം. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ സോൾ പാർട്ട്ണറിനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസ് വെളിയിൽ വരും. അത് ഹീൽ ചെയ്യേണ്ട ടൈം ആയതുകൊണ്ടാണ് ആ ഒരു ഇൻസെക്യൂരിറ്റീസ് വെളിയിൽ വരുന്നുള്ളത്. ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ ഫേസും ഹീലിംഗിൻ്റെ ടൈം തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ നിങ്ങൾ എന്ന് ഹീൽ ചെയ്യുന്നു അന്നേ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇതൊരു ഹീലിംഗ് ജേണിയാണ് അല്ലേ. അപ്പം യൂണിവേഴ്സിൻ്റെ ഒരു കണ്ടീഷൻ അതാണ്, റോങ് ആയിട്ടുള്ള വ്യക്തികളെ നമ്മുടെ ലൈഫിലേക്ക് ഈസിലി യൂണിവേഴ്സ് തരും. പക്ഷെ റൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തരണം എന്നുണ്ടെങ്കിൽ, ആ റൈറ്റ് ആയിട്ടുള്ള വ്യക്തിയെ നിങ്ങൾക്ക് ലൈഫിൽ വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നിങ്ങൾ അതിന് ഏബിൾ ആണോ എന്നുള്ള ടെസ്റ്റിങ്സ് വരും. നിങ്ങൾ സഡൻലി അവിടെ ഗിവ് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ സൗത്ത് നോഡിലായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് നോർത്ത് നോഡിലേക്ക് പോകാനേ പറ്റത്തില്ല. ഓക്കെ, ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ റോങ് പേഴ്സൺ റൈറ്റ് പേഴ്സൺ അറ്റ് റോങ് ടൈമാണ് എനിക്ക് ഇവിടെ കാണുന്നുള്ളത്. നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ഒരു വ്യക്തി റൈറ്റ് പേഴ്സൺ ആണ്, പക്ഷെ റോങ് ടൈമിംഗ് ആയിരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചു പോയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. കറന്റ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് എന്തെങ്കിലും പോയി പറയണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ റിലേഷൻ വന്നിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ കാര്യങ്ങളെ കൊണ്ടെത്തിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. യെസ്, ഈ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്.
നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ സെൽഫ് ലവ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. ഇവർ ഭയങ്കരമായിട്ട് ഹേർട്ടാണ്, ലിറ്ററലി ഇവർ ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുള്ളത് തന്നെയാണ് എനിക്കിവിടെ കാണുന്നുള്ളത്. നിങ്ങളുടെ വ്യക്തിക്ക് ഐ ഡോണ്ട് നോ വളരെയധികം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. നമ്മൾ ഈ ഫുഡ് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? സോ ഇങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, ഓഫനേജിൽ ഫുഡ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദാനധർമ്മങ്ങൾ, അതാണ് കറക്റ്റ്. ദാനധർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. മേ ബി അത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പക്ഷേ ഈ ഒരു വ്യക്തി ദാനധർമ്മങ്ങളൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജീസ് എനിക്കിവിടെ കാണുന്നുണ്ട്. കാരണം ഇവർ ബിലീവ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു സ്പെസിഫിക് വ്യക്തി ഭയങ്കരമായിട്ടും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇറ്റ്സ് ലൈക്ക് ഇവരുടെ ഉള്ളിൽ ഒരു ചൈൽഡ് ലൈക്ക് എനർജി ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ചൈൽഡ് സ്പിരിറ്റ് ആണ് എനിക്കിവിടെ കാണുന്നത്. ചൈൽഡ് സ്പിരിറ്റ് ആണ് ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ഒരിക്കലും ഈ ഒരു വ്യക്തി ഇമ്മച്ചുവർ ആണ്, ഇവരുടെ ഉള്ളിൽ ഒരു സീരിയസ്നെസ് ഇല്ല എന്നുള്ളതല്ല. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് ഇറ്റ്സ് ലൈക്ക് ഒരു എനർജി ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് അറിയാം എൻ്റെ സീരിയസ് ആയിട്ടുള്ള ഒരു എനർജിയിൽ ഞാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും കണക്ട് ആവാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ ചൈൽഡ് ലൈക്ക് എനർജിയിൽ നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇറ്റ്സ് ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ എനർജി എന്താണോ അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ആ ഒരു എനർജിയെ ഏത് രീതിക്ക് ഓപ്പോസിറ്റ് വ്യക്തികളിലേക്ക് കൊടുക്കണം എന്നുള്ള രീതിക്ക് അതിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുള്ള ഒരു വ്യക്തിയാണ്. അതായത് സീരിയസ് ആയിട്ടുള്ള ടോക്കുകളും ചൈൽഡ് ഇറ്റ്സ് ലൈക്ക് ഐ ഡോണ്ട് നോ. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഓവറോൾ ഒരു തോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളല്ലെങ്കിൽ ഇവൻ ഭയങ്കരമായിട്ടും ചൈൽഡ് ലൈക്ക് എനർജിയാണ്. ഒരു സീരിയസ്നെസ്സും ഇല്ല. ഇത്രയും വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം പോലും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലല്ലോ എന്നുള്ളൊരു തോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ അങ്ങനെയല്ല. ഈ ഒരു വ്യക്തി ഇവര് സീരിയസ് ആണ്, വളരെയധികം സീരിയസ് ആണ്. ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതിലും കൂടുതൽ വളരെ സീരിയസ് ആയിട്ടുള്ള മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷെ ഈ ഒരു വ്യക്തി അത് കാണിക്കാത്തതാണ്. യെസ്, നിങ്ങളെ കഴിഞ്ഞ് യങ്ങായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, പേജസിന്റെ എനർജീസ് എന്താണ്? എക്സ്പീരിയൻസ് വളരെ കുറവാണ്. നിങ്ങൾ മേ ബി ലൈഫ് ടൈമിൽ ഒത്തിരിയധികം എക്സ്പീരിയൻസസ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തി ഒരിക്കലും ആ ഒരു ഐ ഡോണ്ട് നോ, മേ ബി അവരവരുടെ ഡേറ്റിംഗ് ഇടയിലായിരിക്കാം. മേ ബി യങ് ആയിട്ടുള്ള ഒരു എനർജിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവരവരുടെ ആ ഒരു ചൈൽഡിഷ് 20s നിൽക്കുന്നുള്ളത്. ആ ഒരു എനർജീസ് എനിക്ക് അപ്പോൾ ആ 20s നിൽക്കുന്ന ഒരാൾ 30s ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ 40+ ഡീൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു എനർജീസ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരാളെ എനിക്കതാണ് ഇവിടെ കാണുന്നത്. ഡിഫറൻസസ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ ഒത്തിരി അധികം. ജനറേഷണൽ ഗ്യാപ്പ് മേ ബി ഉണ്ടാവാം. നിങ്ങളുടെ ഒരു ജനറേഷൻ ആ ഒരു വ്യക്തിയുടെ ജനറേഷൻ ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. ആൻഡ് അത് വലിയൊരു മാറ്ററേ ഉള്ള. പക്ഷേ നമുക്കറിയാം ജനറേഷണൽ ആയിട്ടുള്ള ഒരു ഗ്യാപ്സിനെക്കാളും കൂടുതൽ ഏതൊരു വ്യക്തിയും യുണീക്കാണ് അല്ലേ. പ്രത്യേകിച്ച് ടിൻക്ലിംഗ് ഒക്കെ പോലുള്ള ജേണീസ് ഒക്കെ അത് ഭയങ്കരമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സ്പിരിച്വൽ അല്ലാത്തൊരു വ്യക്തിയുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമുള്ളത്. യെസ്, വേറൊരു കാര്യം എനിക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ എനർജീസ് നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ഒത്തിരി അധികം ആളുകൾ അട്രാക്ട് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് എന്തോ ഒരു അട്രാക്റ്റീവ് പവർ ഉണ്ട്. സോ എനിക്ക് ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളും പേജ് ഓഫ് കപ്സിനെ പോലെ ഇരുന്നിട്ടുണ്ട്. നിങ്ങളും ഒത്തിരി അധികം ആളുകളുമായിട്ട് ഡേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഫ്ലോട്ട് ചെയ്തിട്ടുണ്ടാവും, ലൈറ്റ് ഹാർട്ടഡ് എനർജീസിൽ ഇരുന്നിട്ടുണ്ടാവും. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണെങ്കിലും നിങ്ങളിപ്പം ഈ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബാഡ് റിലേഷൻഷിപ്പിലേക്ക് അട്രാക്ട് ചെയ്തതിൻ്റെ ഒരു മെയിൻ റീസണും നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ അറിയാൻ മേലാത്തതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. എല്ലാവരും എന്നിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരും, എല്ലാവരും എൻ്റെ അടുത്തേക്ക് കണക്ട് ആകും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാം. സോ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല. ലിറ്ററലി നിങ്ങളുടെ എനർജീസിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാത്ത എനർജി, നിങ്ങളുടെ ഉള്ളിലുള്ള ഹീലിംഗ് എനർജി, നിങ്ങളുടെ ഓറയുടെ എനർജീസിനെയാണ് ആ ഒരു വ്യക്തി സക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ നിങ്ങളിലല്ല അവർ അട്രാക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ എനർജിയിലാണ് അട്രാക്ട് ആയിട്ടുള്ളത്. എന്തുകൊണ്ട് അട്രാക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി അവരെ ഹീൽ ചെയ്യുന്നുണ്ട്. സോ ഈ ഹീലിംഗ് വരുന്നത് കൊണ്ട് തന്നെ അവരുടെ കർമ്മങ്ങൾ മൊത്തം നിങ്ങളുടെ ബോഡിയിലേക്ക് എടുക്കുകയും നിങ്ങളുടെ നല്ല ടൈമിംഗ് മൊത്തം അവർ സക്ക് ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ ഈ ബാഡ് റിലേഷൻഷിപ്പിൽ പോകുന്നതിനുള്ള ഒരു മെയിൻ റീസണും ഇത് തന്നെയാണ്. നിങ്ങൾ ബാഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് മാത്രമല്ല, ബാഡ് ആയിട്ടുള്ള ആളുകളെയും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് ഒത്തിരിയധികം ലെസൺസ് എടുത്തിട്ടുള്ള ഒരു ഓൾഡ് സോൾ ആയിട്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി എക്സ്പീരിയൻസ് എടുത്തിട്ടുണ്ട്, ഒത്തിരി ഇൻസൾട്ടുകൾ സഹിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സഫറിങ്സ് കൊണ്ടാണ് നിങ്ങൾ ഇത്രയും മെച്യൂർ ആയതും നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും ട്രോമാസ് വന്നതും. ട്രസ്റ്റ് മീ, എനർജി ഡീൽ ചെയ്യാൻ അറിയാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് ഒരു സ്പിരിച്വൽ കണക്ഷനെ പോലും ഡീൽ ചെയ്യാൻ പറ്റില്ല. ട്രസ്റ്റ് മീ, നിങ്ങൾ ഭയങ്കരമായിട്ട് മറ്റുള്ളവർ നിങ്ങളിൽ അട്രാക്റ്റഡ് ആണെന്നുള്ള രീതിക്ക് നിങ്ങൾ വലിയൊരു ഓവറായിട്ടുള്ള ഒരു കോൺഫിഡൻസിൽ നിങ്ങളുടെ ഒരു എനർജിയിൽ നിങ്ങൾ തലയുയർത്തി പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ലിറ്ററലി അതൊരു വലിയ മണ്ടത്തരാണെന്ന് ഞാൻ പറയുള്ളൂ. അത് നിങ്ങളുടെ ഓവർ കോൺഫിഡൻസേ അല്ല, നിങ്ങളുടെ എനർജി ലീക്ക് ആവുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യാൻ അറിയില്ല, ഹെൽത്തി ബൗണ്ടറീസ് അറിയില്ല. ഒരു വ്യക്തിയെ കാണുമ്പോഴേക്കും അവർ എങ്ങനെയുള്ള ആളുകളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. കുറച്ച് നിങ്ങൾ അങ്ങോട്ട് സംസാരിച്ച് ചെല്ലുമ്പോഴേക്കും ആയിരിക്കും നിങ്ങൾ നൈസായിട്ട് തേച്ച് ഒട്ടിച്ച് കയ്യിൽ തരുന്നത്. സോ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു പ്രശ്നങ്ങളായിട്ട് എനിക്ക് ഇവിടെ കാണുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഹീൽ ചെയ്യാനുണ്ട്.
ഓക്കെ, നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ബ്ലെയിം ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി അധികം കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഉള്ളിൽ ഹീൽ ചെയ്യാതിരിക്കുന്നത്, ഈ ഒരു കാര്യമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് നിങ്ങളുടെ കൗണ്ടർ പാർട്ട്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾ പാർട്ണർ നിങ്ങളുടെ അടുത്തേക്ക് റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും ഇൻസെക്യൂരിറ്റീസ് ഉള്ളപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് മിറർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ഹയർ ലെവൽ അഡ്വാൻസ്ഡ് സോൾസ് ആണ്. അതൊന്നും ഒരു തമാശയായിട്ടുള്ള ഒരു കാര്യമില്ല. പക്ഷെ നിങ്ങൾക്ക് സ്റ്റിൽ ഈ റിലേഷനെ കുറിച്ചിട്ട് അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മേ ബി നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾക്ക് ഏത് ട്രാക്കിലൂടെ പോകണം എന്ന് നിങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ലായിരിക്കും. എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജീസിനെ ഡീൽ ചെയ്യാൻ അറിയേണ്ടതും ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, കാരണം ട്വിൻ ഫ്ലെയിം ഈസ് എ അൾട്ടിമേറ്റ് ഗുരു എന്നാണ് പറയുന്നത് അല്ലേ. ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ ഫസ്റ്റ് ഗുരുവാണ്. നമുക്ക് സ്കൂളിലൊക്കെ പഠിച്ചില്ല, കോളേജിലൊക്കെ പഠിച്ചു വരുമ്പോൾ ഒത്തിരി ഗുരുക്കന്മാരുണ്ടാവും അല്ലേ. സോൾ ലെവലിൽ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ ഗുരുവാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, അവരെന്താണോ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് ട്രിഗർ ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീൽഡ് അല്ല. ഹീൽ അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ട്രിഗർ ആവുന്നത് ട്വിൻ ജേർണിയിൽ. ഓക്കെ, ഹീൽ യുവർ സെൽഫ് ഫസ്റ്റ്. ബിക്കോസ് ട്വിൻ ജേർണി എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങളുടെ ലൈഫിൻ്റെ എൻ്റയർ ചാപ്റ്ററും ഈ ട്വിൻ ജേർണിയിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രമാത്രം ഹീൽ ആവാതിരിക്കുന്നു അത്രമാത്രം നിങ്ങളുടെ കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. എത്രമാത്രം നിങ്ങൾ ഹീൽ ആവുന്നു അത്രമാത്രം നിങ്ങൾ നോട്ടിലേക്ക് പോകുന്നു ഉണ്ടാവും. അതാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ റീയൂണിയനുള്ള ചാൻസസ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇതിൽ ആരാണോ വോക്ക് അവേ ചെയ്ത് പോയത് ആ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ഡൗൺ ആണ്. സോറി, ഇവിടെ ഒരാൾ വോക്ക് അവേ ചെയ്ത് പോയിട്ടുണ്ട്, ഒരാൾ ഇവിടെ സ്റ്റിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ, എനിക്കത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വളരെയധികം പാസ്റ്റ് ലൈഫ് കണക്ഷൻ എനിക്കിവിടെ കാണുന്നുണ്ട് ഓൾറെഡി. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എനിക്കൊരു കുറച്ച് കാര്യം കൂടി ചെക്ക് ചെയ്യാനായിട്ട്. ടേണിങ്ങിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ സ്പെസിഫിക് വ്യക്തി ഭയങ്കര ബൗണ്ടറിയിലാണ് നിൽക്കുന്നത്, ഇവർ ബൗണ്ടറി ഇല്ല. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇല്യൂഷനാണ് നിങ്ങൾ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സോൾ പാർട്ട്ണർ ഒരു ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഡോർ കണ്ടില്ല, ഇതിൻ്റെ മുന്നിലേക്ക് കുഞ്ഞ് നിൽക്കുകയാണ് അല്ലേ. ബട്ട് സ്റ്റിൽ ഇവിടെ താഴൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങളുടെ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ഒക്കെ നിങ്ങൾ സപ്രസ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി നെഗറ്റിവിറ്റീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് റിലീസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും 4 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നിൽക്കുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം എത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു കണക്ഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. അതെന്തുകൊണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾ ലെവൽ കണക്ഷനാണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു സ്റ്റക്നെസ്സിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് വലിയ ധാരണയില്ല. റിയൽ റീസൺ ഇതാണ്. നിങ്ങളിലേക്ക് എത്രമാത്രം നോക്കി ഹീൽ ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾ ഈ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റ് ആകും. ഇതൊരു ഡിവൈൻ കണക്ഷനാണ്. ഡിവൈൻ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് കണക്റ്റഡ് ആക്കിയിട്ടുള്ള 2 ബന്ധങ്ങളാണ്, 2 വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്, ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണിത്. ഇതിൽ ഈ നിങ്ങൾ രണ്ടുപേരും, നിങ്ങളായിക്കോട്ടെ ഈ ഒരു വ്യക്തി ആയിക്കോട്ടെ, ഏത് വഴിക്ക് പോകണമെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ വഴിയിലേക്ക് ഈ ഒരു വണ്ടി പോവില്ല. ഡിവൈൻ എന്താണോ ആഗ്രഹിക്കുന്നത് ആ റൂട്ടിലൂടെ ആയിരിക്കും നിങ്ങൾ രണ്ടുപേരും വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഇഷ്ടങ്ങളല്ല, ഒരു ഡിവൈൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ ഡിവൈൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അല്ലേ. മെയിനായിട്ടും ഈ നിങ്ങളുടെ 2 പേരിലും ഡിവൈൻ്റെ ഒരു കണ്ണ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. സോ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വളരെ ഹീലിംഗ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്.